ഹലോ. തിരുമേനിയല്ലേ? അതെ. നമ്മുടെ അമൃതവള്ളി കഴിച്ചതിന്റെ റിസൾട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടോ. എന്നുവെച്ചാലോ? എന്ന് വെച്ചാല് ഞാൻ എന്റെ ജീവിതത്തിലുള്ള ചായയില് മധുരം കുറവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. സദ്യക്ക് പോയാൽ പായസം കുടിക്കും. ജീവിതത്തിലൊരു മാറ്റം, ഭക്ഷണം കഴിക്കുന്നതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ രാവിലത്തെ ആദ്യം ഇത് കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു 300 എന്നുള്ളത് 110 എത്തി. അല്ലാതെ അത് എങ്ങനെയാ കഴിക്കാറ് നിങ്ങള് അമൃതവള്ളി? അത് അമൃതവള്ളി ഏതാണ്ട് ഒരു 3 ഇഞ്ച് കഷ്ണത്തിലൊരു നീളത്തിലൊരു കഷ്ണം എടുത്തിട്ട് അന്ന് എനിക്ക് തന്ന വലുപ്പത്തില് അല്ലേ? അത് കുത്തിച്ചതച്ച് 1.25 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് കാലത്ത് വെച്ച സാധനം വൈകുന്നേരം എടുത്ത് 6 മണിക്ക് കുടിക്കുക. 6 മണിക്ക് കുടിക്കാനാണ് എന്നോട് പറഞ്ഞത് തന്ന ആള്. 6 മണിക്ക് കുടിക്കുക. പിറ്റേ ദിവസം രാവിലേക്കുള്ളത് രാത്രി തിളപ്പിച്ച് ശരിയാക്കി വെക്കുക. ഇതിപ്പോ 300 110 ഇതെന്താ? ഞാൻ മറ്റേ ആളോട് ചോദിച്ചു, ടെസ്റ്റ് ചെയ്യുന്ന ആളോട്, ഇനി ഇത് നമ്മള് ഭക്ഷണം ക്രമീകരിച്ച് മധുരമൊന്നും കഴിക്കാണ്ട് അത് ചെയ്യരുത്, കാരണം ഇപ്പൊ പോണ കണ്ടീഷനിൽ പൊക്കോട്ടെ, പറ്റ കുറഞ്ഞാൽ പുലിവാലാണ്. ഇനിയും കുറഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പൊ പോണ അതേ രീതിയിൽ പൊക്കോളോ. കഴിക്കാതെ ഇനി കഴിക്കേണ്ടതല്ലേ? ഇനി കഴിക്കേണ്ടതല്ല, ഇപ്പൊ പോണ രീതിയില് പോവുക. അങ്ങനെ ഒരു 3 മാസം പോണ രീതിയിൽ കുറഞ്ഞു വരില്ലേ? അപ്പൊ ഡിമ്മായാലോ? ഡിമ്മാവുമ്പോ നമുക്ക് നിർത്താലോ. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കുക്കുംബറിന്റെ പ്രയോഗം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൂക്കവും പറയട്ടോ, കാലിന്റെ കനവും ഒക്കെ കുറയുന്നു. നെറ്റ്. ശരി, ഓക്കെ. എന്നാലേ ശരി. ഓക്കെ.